യേശുവിൻ കയ്യിലേൽപ്പിക്കണേ തള്ളയാ യേശുവിൻ കയ്യിലേൽപ്പിക്കണേ രക്ഷിതാവിനെ കാണ്ട പാതി നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് ദൈവത്തോടും മോശയോടും പിറുപിറുക്കുന്നു. മിസ്രൈമിൽ തന്നെ പാർത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നു. അടിമത്തത്തിൽ നിന്നും വിടുവിക്കുകയും അത്ഭുതകരമായി അവരെ നടത്തുകയും ചെയ്ത യഹോവയെ അവർ മറന്നപ്പോൾ ദൈവം അവരുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ച് അവരെ ശിക്ഷിക്കുന്നു. ജനം കൂട്ടമായി മരിച്ചു തുടങ്ങിയപ്പോൾ അവർ ദൈവസന്നിധിയിൽ മടങ്ങിവന്ന് ദൈവത്തോട് അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്തു, ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ ഉയർത്തുക. സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ രക്ഷ പ്രാപിക്കും. ദൈവകൽപ്പന അവഗണിക്കുന്നത് മരണത്തിലേക്ക് നയിക്കുമെങ്കിൽ ദൈവകൽപ്പന വിശ്വസിച്ച് അനുസരിക്കുന്നത് മരണത്തിൽ നിന്നുള്ള വിടുതലായി ഈ ഭാഗത്ത് കാണാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കേണ്ടതിന് മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അനുസരണക്കേടിനാൽ ന്യായവിധിയിലായവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നാം നോക്കണം. പ്രിയ സ്നേഹിതരെ, മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പം ഇസ്രായേലിന് രക്ഷയായി ഭവിച്ചതുപോലെ ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി തീരുന്നു. ആ ക്രൂശിലേക്ക് നോക്കി നമുക്കും രക്ഷ പ്രാപിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രൂശിലേക്ക് നോക്കി ഞങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.